വാഴ 2 ഭയങ്കര ഹിറ്റാണല്ലോ, ഭയങ്കര കിടിലം പടമാണ്. വാഴ 1-നെക്കാട്ട് ഹയർ ലെവലാണ്. കാരണം അതിൽ സെന്റിമെന്റ്സ് ഉണ്ട്, കോമഡി ഉണ്ട്, പിന്നെ സ്റ്റണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട്, മെസ്സേജ് ഉണ്ട്. 2K പിള്ളേർക്ക് മാത്രമല്ല, എല്ലാ പിള്ളേർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. 2K പിള്ളേരുടെ കഥയാണ്. പിന്നെ പഴയ ആൾക്കാർ വരുന്നുണ്ട്, അതിനെ ടെസ്റ്റ് പറയാനില്ല. നല്ല ഹൈ ലെവലാണ് പോകുന്നത്, ഒരു ഒട്ടും ലാഗില്ലാതെ ഹൈ വൈബിളാണ് പോകുന്നത്. നല്ല ഉഗ്രൻ ടീം. അസറിൽ നിന്ന് നടത്തുന്നുണ്ട്, കിടിലം പെർഫോമൻസ്. വിപിൻ ദാസ് സ്ക്രിപ്റ്റ് ഉഗ്രനാണ്, ഡയറക്ഷൻ നല്ലതാണ്, എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. ഭയങ്കര ഹിറ്റായിരിക്കും, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ ഭയങ്കര ഹിറ്റാണ്. പുള്ളി തകർത്തുണ്ട്, എല്ലാം തകർത്തുന്നുണ്ട്. വിപിൻ ദാസിന്റെ സ്ക്രിപ്റ്റ് സമ്മതിക്കണം, ഉഗ്രൻ സ്ക്രിപ്റ്റാണ്. സെന്റിമെന്റ്സ്, കോമഡി, ആക്ഷൻ, മെസ്സേജ് എല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് 2K പിള്ളേർക്ക് ഒരുപാട് ഈ ഡ്രഗ്സിന്റെ കുഴപ്പമുണ്ട്, അതിൻ്റെ നല്ല മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. മെസ്സേജ് ഉണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ശരിക്കും ചിരിക്കാനും ഉണ്ട്, എന്നാൽ കരയാനും ഉണ്ട്. അൽഫോൻസ് തകർത്തു, കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ മറ്റേ അജു വർഗീസ്, വിജയ് ബാബു തന്നെ ചെയ്യുന്നുണ്ട്. വിജയ് ബാബു കുറച്ച് നെഗറ്റീവാണ്, എന്നാലും കുഴപ്പമില്ല. കുറച്ച് ബിജുക്കുട്ടൻ ഉണ്ടായിരുന്നു, എല്ലാം കൊണ്ട് നല്ല ടീമാണ്. സുധീഷ് ഉണ്ടായിരുന്നു, നന്നായി ചെയ്തിട്ടുണ്ടവരോ. ഇത് വാഴ 1 പോലെ തന്നെയാണ്. ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് ബയോപിക് ബില്ല് എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. 2K പിള്ളേർ മാത്രമല്ല, ആ പ്രായത്തിലൂടെ പോയാൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്നാലും പടം ഭയങ്കര ഹിറ്റാണ്. വാഴ 1-നെക്കാളും വലിയ ഹിറ്റാണ്.